കൊല്ലം സുധി മരണപ്പെട്ടിട്ട് 3 വർഷത്തോളമായി എങ്കിലും ഭാര്യയായ രേണു സുധി അനുഭവിക്കുന്ന വിവാദങ്ങൾക്ക് ഇപ്പോഴും പഞ്ഞമില്ല. സുധിയുടെ വിയോഗത്തിനു ശേഷം സോഷ്യൽ മീഡിയയിലൂടെയും മ്യൂസിക് ആൽബങ്ങളിലൂടെയുമാണ് രേണു സുധി കലാരംഗത്ത് ചുവടെടുത്ത് വെച്ചത്. എന്നാൽ ഇതിനെ തുടർന്ന് കടുത്ത സൈബർ ആക്രമണങ്ങളും വിമർശനങ്ങളുമാണ് രേണുവിന് നേരിടേണ്ടി വന്നത്. സുധിയുടെ മകൻ കിച്ചുവുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചതിനെക്കുറിച്ചും ഉയർന്ന വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു ആരോപണം രേണുവിന് തേടിയെത്തിയിരിക്കുകയാണ്. രേണു സുധി വിദേശത്തേക്ക് പോകുന്നത് സ്വർണം കടത്താനും കള്ളക്കടത്ത് നടത്താനും ാണെന്ന ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചില വ്ലോഗർമാരാണ് ഇത്തരം കടുത്ത ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ വിമർശകർക്കെല്ലാം ചുട്ട മറുപടി കൊടുത്ത് രേണുവിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മലയാള സിനിമയിലെ പ്രമുഖ ഹാസ്യതാരം ഹരിശ്രീ അശോകൻ. ഹരിശ്രീ അശോകൻ പറഞ്ഞതിങ്ങനെ: സുധിയുമായിട്ട് എനിക്ക് വർഷങ്ങളോളമുള്ള ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രേണുവിനെയും കിച്ചുവിനെയും ഒക്കെ പണ്ട് മുതലേ അറിയാം. സുധിയുടെ മരണം അപ്രതീക്ഷിതമായിട്ടാണ് ഉണ്ടായത്. അന്നു മുതലേ ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ച ചോദ്യം ഇതായിരുന്നു: എങ്ങനെ ആ കുടുംബം ഇനി കരകയറി വരും? എനിക്കറിയാവുന്ന രേണു ഒരു മിണ്ടാപ്രാണിയാണ്. ഒന്നും തന്നെ സംസാരിക്കാൻ പോലും ശേഷിയില്ലാത്ത കുട്ടി. രേണുവും കിച്ചുവും സുധിയുടെ മരണശേഷം എങ്ങനെ ജീവിക്കുമെന്ന പേടി എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് ആ പേടിയുടെ ആവശ്യമില്ല. രേണു തന്റെ സിംഹാസനം ഒറ്റയ്ക്ക് വഴിവെട്ടി നേടിയിരിക്കുന്നു. ഇനി അവർക്ക് ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല. ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, എന്തു തുറന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് രേണുവിനെയാണ്. നമ്മൾ എത്ര വേണ്ടെന്ന് വെച്ചാൽ പോലും രേണുവിന്റെ റീലുകൾ തള്ളിവരും. അത്രത്തോളം സെൻസേഷനായി മാറിയിരിക്കുകയാണ് മലയാളികൾക്കിടയിൽ ഇന്ന് രേണു സുധി. നിൽക്കാൻ പഠിച്ചവളാണ് രേണു. അതുകൊണ്ടാണ് 3 വർഷത്തോളം കാലമായിട്ടും ആദ്യ വർഷം നേടിയെടുത്ത അതേ വാർത്താ പ്രാധാന്യം ഇന്നും അവർ നേടിക്കൊണ്ടിരിക്കുന്നു. ഗായത്രി സുരേഷ് എന്ന നടിയുണ്ട്. അവരും ഇടയ്ക്ക് ട്രോളുകളിൽ വന്നു പോകാറുണ്ടെങ്കിലും ഇപ്പോൾ അവരെ പറ്റി കേൾക്കാറില്ല. ബാലയെ പറ്റിയും ഇപ്പോൾ കേൾക്കാറില്ല. എന്നാൽ സജീവമായി അന്നുമിന്നും സോഷ്യൽ മീഡിയയിലും ട്രോളുകളുടെ മുൻപന്തിയിലും ഉള്ളത് രേണു മാത്രമാണ്. രേണുവിനെ വെച്ച് വാർത്തകൾ ചെയ്ത് എത്രയോ ആളുകളാണ് കഞ്ഞി കുടിക്കുന്നത്. എത്രയോ ട്രോളർമാരാണ് ജീവിക്കുന്നത്. മുൻനിര നടന്മാരായ മോഹൻലാലിനെപ്പറ്റിയും മമ്മൂട്ടിയെപ്പറ്റിയും പോലും വരാത്ത വാർത്തകളാണ് രേണുവിനെ ചുറ്റിപ്പറ്റിയുള്ളത്. രേണു തന്റെ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ്. അതിന് ചില്ലറ ധൈര്യമൊന്നും പോരാ. അവർക്കറിയാം, ഹ്രസ്വകാലത്തേക്കാണെങ്കിൽ പോലും തന്റെ നിലം ഒരുക്കിയെടുക്കാൻ താൻ പെടുന്ന പാട്. കാലത്തിനൊത്തുള്ള കോലം കെട്ടാനും വേണം ഒരു സാമർഥ്യം. അതിനിടയിൽ നമ്മുടെ ഇഷ്ടമോ ഇഷ്ടക്കേടോ വെറുപ്പോ രേണുസുധി കാര്യമാക്കുന്നില്ല. പൊട്ടിപ്പെണ്ണെന്ന മട്ടിൽ ഒന്നാന്തരം ഗെയിം കളിക്കാനറിയുന്ന രേണുസുധി തന്നിലേക്ക് മാത്രം ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിൽ പ്രത്യേക പ്രാവീണ്യം നേടിയതാണ്. ഇന്ന് കൊല്ലം സുധി അറിയപ്പെടുന്നതും ജീവിക്കുന്നതും രേണുവിന്റെ പേരിലാണ്. ഇനിയും ഒരുപാട് മുന്നേറാൻ കഴിയട്ടെ, ഹരിശ്രീ അശോകൻ കൂട്ടിച്ചേർത്തു.